ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നൊരു ഫംഗ്ഷന് പോവാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. നെയ്യാറ്റിൻകരയിൽ നിന്ന് അവളെയും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഈ ആട് ചവയ്ക്കുന്ന പോലെ ഞാൻ എന്തായിട്ട് ചവയ്ക്കുന്നതെന്നല്ലേ, അവൾ എനിക്ക് വേണ്ടിയിട്ടൊരു കേക്ക് മേടിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഇരുന്ന് ചവയ്ക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നിതിൻ്റെ വീട് പാലുകാച്ചനായിട്ട് പോയതാണ്. രാവിലെ തിരക്കില്ലാത്ത സമയമായിരുന്നു, അതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് ഇരിക്കാൻ പറ്റി. ഒത്തിരി നേരം അവനോട് സംസാരിക്കാൻ പറ്റി. അപ്പം നമ്മൾ പിന്നെ വീട് കാണാനായിട്ട് ഒന്ന് എല്ലാ റൂമിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. മുക്കും മൂലയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും കയറിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവില്ലേ? അതിലൊരാളാണ് കേട്ടോ നിതിൻ എന്ന് പറയുന്നത്. നമ്മൾ 7 പേരായിരുന്നു ഒറ്റ ഗ്യാങ് എന്ന് പറയുന്നത്. ഗ്യാങ് എന്നല്ല, അങ്ങനെ വലിയൊരു ഗ്യാങ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ 7 പേരും ഇപ്പോഴും ഭയങ്കര കമ്പനിയാണ്. വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുമിച്ചാണ് കൂടാറ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 3 പേര് മിസ്സിംഗ് ആണ്. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. നിതിനും ആദിയും ഞാനും ഇച്ചാനും മാത്രമേ ഉള്ളൂ. ബാക്കി 3 പേരും ജോബ് റിലേറ്റ് ചെയ്തിട്ട് ഈവനിങ് വരാമെന്നുള്ള പ്ലാനിൽ അവർ മോർണിംഗ് വന്നിട്ടില്ല. ഞങ്ങളിന്ന് ഫ്രീ ആയതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. അപ്പം വീടൊക്കെ കണ്ടതിന് ശേഷം നല്ലൊരു സദ്യ കഴിക്കാനായിട്ട് ഇറങ്ങി. സദ്യ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നിതിനോടും പറയായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ അവൻ്റെ വീടിൻ്റെ അവിടെ ഇറങ്ങിയത് മുതൽ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഇലയൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് ഇരുന്ന് കഴിച്ചത്. ലാസ്റ്റ് ഇതിനെ കണ്ട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബൈ ബൈ.